ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച കേരളത്തെ നശിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ദിശ മാറും. മാറാത്തത് ഇനി മാറും എന്ന് മലയാളത്തിൽ പറഞ്ഞ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ ബിജെപി വികസനത്തിലേക്ക് നയിക്കുമെന്നും വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി. കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ LDFനെയും UDFനെയും തകർക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ രണ്ട് പക്ഷം മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ മൂന്നാമതൊരു പക്ഷമുണ്ട്. അത് NDAയുടെ മൂന്നാം പക്ഷമാണ്. UDFന്റെയും LDFന്റെയും അജണ്ട ഒന്നാണ്. പൂർണ്ണമായും അഴിമതിയും ഉത്തരവാദിത്വമില്ലായ്മയുമാണ് ഇരുവരുടെയും അജണ്ട. കേരളത്തിലെ അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിച്ച് ഒരു മാറ്റം വരണമെന്നും പ്രധാനമന്ത്രി. आने वाले चुनाव केरला की दशा और दिशा को बदलने का चुनाव है। जब केरला के फ्यूचर की बात आती है तो आपने अब तक दो पक्ष ही देखे हैं। एक तरफ LDF और दूसरी तरफ UDF, और इन दोनों ने बारी बारी से केरला को तबाह किया है। लेकिन एक तीसरा पक्ष भी है। वो पक्ष डेवलपमेंट का है, गुड गवर्नेंस का है, BJP NDA का है। 1987 മുൻപ് ഗുജറാത്തിൽ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിയിരുന്ന പാർട്ടിയായിരുന്നു BJP. അഹമ്മദാബാദ് നഗരസഭയിൽ നിന്നുമാണ് BJP തുടങ്ങിയത്. ഗുജറാത്തിലെ ഒരു പട്ടണത്തിൽ നിന്നും തുടങ്ങിയ BJPയുടെ ജൈത്രയാത്രയാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായാണ് തിരുവനന്തപുരം പിടിച്ച് കേരളത്തിൽ BJP നടത്താനിരിക്കുന്ന മുന്നേറ്റമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1987 के पहले गुजरात में BJP एक हाशिए की पार्टी थी। अखबार में 2 लाइन भी नहीं छपती थी। 87 में पहली बार भाजपा ने अहमदाबाद म्युनिसिपल कॉरपोरेशन में विजय प्राप्त की। जैसे आज आपने तिरुवनंतपुरम में विजय प्राप्त की है। അയ്യപ്പ ഭഗവാന്റെ സ്വർണം വരെ കട്ടു. സ്വർണം കട്ടവരെ BJP അധികാരത്തിൽ വന്നാൽ ജയിലിലടക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. लेकिन LDF सरकार ने सबरीमला मंदिर की परंपराओं को नुकसान पहुंचाने में कोई कसर नहीं छोड़ी है। अब यहां गोल्ड के चोरी होने की खबरें आ रही है। मंदिर में से भगवान के पास से गोल्ड की चोरी, सोने की चोरी। मैं एक बात स्पष्ट कहना चाहता हूं, यहां BJP सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी। और ये मोदी की गारंटी है। ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.